ഫ്രഷേഴ്സ് ഇന്റർവ്യൂ ഫെയിൽ ആവുന്നത് അവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അറിയാത്ത കാരണമാണ് ഒരുപാട് ഫ്രഷേഴ്സ് ഇന്റർവ്യൂ ഫെയിൽ ആയി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ബിഫോർ ഇന്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് നോക്കി നോക്കാം. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ്, കാരണം കറന്റ്ലി ഇപ്പോൾ കൂടുതലും ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് നടക്കുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇന്റർവ്യൂസിലാണ്. ഞാൻ ഇതുവരെ ഫുൾ ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്തത് എന്നുള്ളത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷനും പേടിയൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് ടെൻഷനും പേടിയുള്ള ആളാണ് കേട്ടോ. ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടാവും. ഞാൻ 2 ദിവസം മുന്നോട്ട് തന്നെ എനിക്ക് ഉറക്കൊന്നുണ്ടാവില്ല, അത്ര പേടിയും ടെൻഷനൊക്കെ ആയിരിക്കും. എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, പിന്നെ ക്യാമറ ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് ഞാൻ കൂടുതലും കൊടുത്തിട്ടുള്ളത്. ക്യാമറ ഓൺ ചെയ്യാനല്ലോ, നെറ്റ്വർക്ക് സ്റ്റേബിൾ ആയിരിക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്കും എൻ്റെ മൈൻഡിൽ വരാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് ടെൻഷനും പേടി ഉള്ളത് കാരണം തന്നെ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത് ഇന്റർവ്യൂയുടെ മുന്നേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ കേട്ടോ. അപ്പോൾ അത് കാരണം ഏതൊരു ഇന്റർവ്യൂ ആണെങ്കിലും ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറ്. ക്രാക്ക് ചെയ്യുമല്ലേ അതൊരു ഡിഫറെന്റ് ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് എത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകും. അങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസും ഓൺലൈനിലും പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് അതിന്റെ അക്കോർഡിംഗ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആ ഇന്റർവ്യൂവിന് വേണ്ടി. ഇപ്പോൾ HR ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും HR ഇന്റർവ്യൂവിൽ ചോദിക്കില്ല. അപ്പോൾ നമുക്ക് അതിന്റെ അക്കോർഡിംഗ്ലി പ്രിപ്പയർ ചെയ്താൽ മതി. നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്, പിന്നെ നമ്മുടെ മൈസെൽഫ്, അതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇത് HR ക്വസ്റ്റ്യൻസിനാണ്, HR റൗണ്ടിനാണ്. പിന്നെ ടെക്നിക്കൽ റൗണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഏതാ ഫീൽഡ് എന്നുണ്ടെങ്കിൽ അതിന്റെ അക്കോർഡിംഗ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ PC-യിലോ നമ്മുടെ സിസ്റ്റമിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും റെഡി ആക്കിയിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ നിന്നും ഒക്കെ എടുത്തിട്ട് ഹെൽപ്പ് എടുത്തിട്ട് ബേസിക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിച്ചാൽ ഒരുപാട് നമുക്ക് ലിങ്ക്സ് ഒക്കെ കിട്ടും, ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് എടുത്തിട്ട് ബേസിക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഒരു വേർഡ് ഫോമാറ്റ് ഉണ്ടാക്കി അതിനെ PDF-ൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാൻഡി ആയിട്ട് വെക്കാം. മൊബൈലിലോ അല്ലെങ്കിൽ PC-യിലോ എവിടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ചാൽ അവിടെ ഹാൻഡി ആയിട്ട് വെക്കാം. ഒരു 2-3 ദിവസം മുന്നേ തൊട്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ HR ക്വസ്റ്റ്യൻസ് ആണെങ്കിലും HR റൗണ്ടിൽ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ അറിയാം, നമ്മളെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, നമുക്കത് ഈസി ആയിട്ട് പറയാം. പക്ഷെ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴല്ലോ നമുക്ക് ടെൻഷൻ കാരണം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50% നമ്മൾ വിചാരിച്ച പോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാരണം മൈസെൽഫ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾ വരെ പറയുന്നൊരു ആൻസറാണ്. പക്ഷെ ഇന്റർവ്യൂയുടെ കാര്യമാകുമ്പോൾ നമ്മൾ ഇതായി പോകും, ബബ്ബായി പോകും ഇന്റർവ്യൂവിൽ ആൾ ചോദിക്കുമ്പോൾ. അപ്പോൾ അത് കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചേണ്ട ഒരു 50-60% നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പ് ടെക്നിക്കൽ സെറ്റപ്പാണ്. ടെക്നിക്കൽ സെറ്റപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂ ആകുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ മൊബൈലിലാവും, അല്ലെങ്കിൽ ടാബിലാവും, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആവും നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഉള്ള ദിവസം തന്നെ അത് ചെക്ക് ചെയ്യാതെ അതിൻ്റെ ഒരു തലേ ദിവസം നമ്മൾ ഇപ്പോൾ ഇന്റർവ്യൂ നെക്സ്റ്റ് ഡേ 10 AM എന്നാണ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലേ ദിവസം രാത്രി ഒന്ന് നമ്മുടെ സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്യുക. അവർ അയച്ചിട്ട് ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അവർ ചിലപ്പോൾ ടീംസിന്റെ ലിങ്ക് ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സൂമിന്റെ ലിങ്ക് ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ആ സെയിം ഡേ ചെയ്യാതെ അതിന്റെ തലേ ദിവസം ഇതൊക്കെ റെഡിയാക്കി വെക്കുക. ടീംസ് ആയാലും സൂം ആയാലും എല്ലാതും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് റെഡി ആയിട്ട് വെക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ മൊബൈലിൽ നിന്നോ ടീംസിലോ അവരുടെ ഏതാ ലിങ്ക് വെച്ചാൽ അത് ലോഗിൻ ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് എൻ്റെ മമ്മിയുടെ മൊബൈലിലേക്ക് ഞാനൊരു മീറ്റിംഗ് ഇൻവൈറ്റ് അയച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഓഡിയോ ഓഡിബിൾ ആണോ, ക്യാമറ നമ്മൾ കറക്റ്റ് പൊസിഷനിലാണോ ക്യാമറ വെച്ചിട്ട് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ട്രൈ ചെയ്യാറ്. അപ്പോൾ മമ്മിയുടെ മൊബൈലിലേക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ട് അതിന്നും ജോയിൻ ചെയ്യും, എൻ്റെ മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ടിനും നമുക്കൊരു പെർസ്പെക്റ്റീവ് അറിയാൻ പറ്റും, നമ്മുടെ മൊബൈലിൽ എങ്ങനെ കാണുന്നത് മറ്റേ മൊബൈലിൽ എങ്ങനെ കാണുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഓഡിയോ പിന്നെ ക്യാമറ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് നമ്മുടെ ഇന്റർനെറ്റ്. നമുക്ക് കറണ്ടിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കറണ്ടിന്റെ ഈ ഇന്റർനെറ്റ് വൈഫൈ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പോൾ അത് കാരണം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ഡേറ്റ എപ്പോഴും ഓൺ ആക്കിയിട്ട് വയ്ക്കും. ഇന്റർവ്യൂ സമയത്ത് അറ്റ്ലീസ്റ്റ് ഡേറ്റയും ഹോട്ട്സ്പോട്ടും ഓൺ ആക്കിയിട്ട് വയ്ക്കണം. അപ്പോൾ ബൈ എനി ചാൻസ് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ വൈഫൈ പോവുകയോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വൈഫൈ ചേഞ്ച് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ടച്ച് വുഡ്. പക്ഷേ നമ്മളൊരു പ്രിക്കോഷണറി ഒരു മെത്തേഡ് എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ അത് എപ്പോഴും ഡേറ്റ എപ്പോഴും ഓൺ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ലാപ്ടോപ്പ് ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫോണിലായാലും ഇന്റർവ്യൂ എടുക്കാം. പക്ഷേ അഗൈൻ നമ്മൾ എല്ലാതും സെറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നോക്കണം. മൊബൈലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡൊക്കെ വേണം. സ്റ്റാൻഡോ അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ
പ്രോപ്പർ ഒരു സ്റ്റാൻഡ് വാങ്ങാനൊന്നുമല്ല പറയുന്നത്. എന്തെങ്കിലും ഒരു ഐറ്റം പിന്നിൽ നമുക്ക് വെച്ചിട്ട് സ്റ്റാൻഡ് പോലെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും വേണം. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ആയിരിക്കണം. പിന്നെ പ്രിഫറബിളി ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്കറിയാം എല്ലാവർക്കും ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ ഉണ്ടാവണം എന്നില്ല അല്ലെ. അപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീംസ് ആയാലും ഈ നമ്മുടെ എല്ലാ ഈ ഇൻവിറ്റേഷൻ ഓൺലൈൻ ലിങ്ക് ഉണ്ടല്ലോ, എല്ലാ ആപ്ലിക്കേഷനിലും ടീംസ് ആയിക്കോട്ടെ, സൂം ആയിക്കോട്ടെ, ഗൂഗിൾ മീറ്റ് ആയിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴും നിങ്ങളൊരു ഫങ്കി ബാക്ക്ഗ്രൗണ്ട് ഒന്നും വെക്കരുത്. നോർമൽ ഒരു ഹോം ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും അതിൽ റെഡിമെയ്ഡ് ഉണ്ടാവും, ബിൽഡ് ഇൻ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും. അതിനൊരു നല്ല പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ചൂസ് ചെയ്തിട്ട് അത് വെക്കും. ഓക്കെ, ഫങ്കി ബാക്ക്ഗ്രൗണ്ട്, സ്പേസിലുള്ള ബാക്ക്ഗ്രൗണ്ട്, ക്ലൗഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ഒന്നും എടുത്ത് വെക്കരുത്. ഓക്കെ, നോർമൽ ഒരു ഡീസെന്റ് ബാക്ക്ഗ്രൗണ്ട് അതിന് ചൂസ് ചെയ്തിട്ട് വെക്കാം. നിങ്ങൾക്ക് വീട്ടിൽ പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസിലൊക്കെ ബ്ലർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് വെക്കാം. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാ പ്രിഫറബിൾ, നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെക്കാം. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ദിവസം മുന്നേ ട്രൈ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഇൻവിറ്റേഷൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പാടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൽ തന്നെ കൂടുതൽ പാനിക്കും ടെൻഷനും ആയി പോകും. ഓക്കെ, അപ്പോൾ അത് കാരണം ഇതൊക്കെ നമ്മൾ ഒരു ദിവസം മുന്നേ തന്നെ റെഡി ആക്കിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കണം. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് നേരം ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറയണം. പിന്നെ ഈ മൊബൈല്, നമ്മുടെ TV, പിന്നെ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഓൺ ആണ്, വേറെ ആരെങ്കിലും മൊബൈലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം. നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ റൂമിൽ പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കോർണർ, ഏതെങ്കിലും ഒരു കോർണർ നിങ്ങൾ പിടിക്കുക, ആ കോർണറിൽ ഇരുന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക. ഓക്കെ, പിന്നെ ലാപ്ടോപ്പ് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാമറ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കും. ഓക്കെ, ഓൺലൈൻ ഇന്റർവ്യൂ ആകുമ്പോൾ എനിക്കറിയാം നമ്മൾ നോട്ട്സ് ഒക്കെ സൈഡിൽ വെക്കും. ഞാനും ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഇങ്ങനെ സൈഡിൽ വെക്കാറുണ്ട്. നോക്കണം എന്നൊന്നുമില്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ വെക്കും. എന്തെങ്കിലുമൊക്കെ നോട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കണമെന്നും ഉണ്ടാവില്ല, നോക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂറിന് അത് മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ വിചാരിക്കും ഓൺലൈൻ ഇന്റർവ്യൂ ആകുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും എന്തോ സംഭവം ഉണ്ടെന്നുള്ളത്. പിന്നെ അതേപോലെ ലാപ്ടോപ്പിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ട്രിക്ക് ഉണ്ട്, ടാബ്സ് ഇങ്ങനെ മാറ്റി കളിക്കുക. വേറൊരു ടാബിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ഉണ്ടാവും, നിങ്ങൾ അതിൽ നോക്കി ആൻസർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യരുത്, അതൊക്കെ മനസ്സിലാവും. ഓക്കെ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടാവും ഇന്റർവ്യൂ കൊടുക്കുന്നത്, പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളും, അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരെ അവർക്ക് അറിയുന്നുണ്ടാവും, എങ്ങനത്തെ ആൾക്കാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡ് നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിലും പ്രൊഫഷണലി ഡ്രസ് ചെയ്തിട്ട് വേണം ഇന്റർവ്യൂസ് കൊടുക്കാൻ. പിന്നെ ഹെയർ ഒക്കെ നീറ്റായിരിക്കണം. നമ്മൾ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കൊടുക്കാൻ പോകുമ്പോൾ എങ്ങനെ ഡീസെൻ്റ്ലി പോകും അതേപോലെ നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂസും കൊടുക്കണം. ഓക്കെ, ഒരു വേർഡ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് PDF കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് റെഡി ആയിട്ട് വെക്കുക. എപ്പോഴും അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റർവ്യൂയുടെ മുന്നേ ഒരു ദിവസം മുന്നേ ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബേസിക് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എന്തൊക്കെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ മോസ്റ്റ് ഓഫ് ദ തിങ്സ് കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, ബേസിക് ക്വസ്റ്റ്യൻസ്, ജനറലി ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പിളോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അതിന് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു വീഡിയോ ട്രൈ ചെയ്യാൻ നോക്കാം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി കുറച്ച് സാമ്പിൾ ആൻസേഴ്സും കുറച്ച് ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.